എല്ലാവർക്കും നമസ്കാരം. യതീഷയുടെ ദ സ്പിരിറ്റ് ഓഫ് ശ്രീരാമയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. കഴിഞ്ഞ 2 എപ്പിസോഡിലായി നമ്മൾ രാമായണത്തിലെ ഒരുപാട് തത്വങ്ങളെ കുറിച്ചിട്ടുള്ള വിശദീകരണങ്ങളാണ് അല്ലെങ്കിൽ വിശകലനമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ലേ. അതിൽ തന്നെ നമുക്ക് ഒരുപാട് തത്വങ്ങൾ മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിക്കുന്നുണ്ടായി. ഇപ്പം യഥാർത്ഥത്തിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തത് വിശ്വാമിത്ര മഹർഷി യുവരാജകുമാരന്മാരെയും കൂട്ടി കാട്ടിലേക്ക് പോകുന്നതും, അതായത് യാഗസംരക്ഷണാർത്ഥം എന്ന മാർഗേണ, അതായത് ദശരഥനോട് യാഗസംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും വസിഷ്ഠൻ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന രഹസ്യം ദശരഥന് വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു യാത്രയെ തുടർന്ന് നമ്മൾ അവസാന ഭാഗം മനസ്സിലാക്കിയിരുന്നു. കാരണം വിശ്വാമിത്ര മഹർഷി അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വരങ്ങളായി 2 പ്രത്യേക മന്ത്രങ്ങൾ ഉപദേശിക്കുകയും ചെയ്തു. അത് ബല, അതിബല എന്ന് പറയുന്ന 2 മന്ത്രങ്ങളാണെന്ന് നമ്മൾ കാണുകയും ചെയ്തു. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ബല, അതിബല? ബല, അതിബല മന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ ആയുർവേദ വീക്ഷണ പ്രകാരവും അതുപോലെ തന്നെ ധാർമ്മികമായി നോക്കിയാലും ദാർശനികപരമായി നോക്കിയാലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് രൂപകങ്ങൾ അല്ലെങ്കിൽ ആലങ്കാരികമായിട്ടാണ് അവിടെ ബല, അതിബല മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ബാലകാണ്ഡത്തിൽ വിശ്വാമിത്ര ബ്രഹ്മഋഷി ശ്രീരാമന് പഠിപ്പിച്ച വളരെ ശക്തമായ മന്ത്രങ്ങളാണ് ബലാമന്ത്രവും അതിബല മന്ത്രവും. ഈ മന്ത്രം യഥാർത്ഥത്തിൽ വളരെ ശക്തമായ മന്ത്രമാണ്. ഗായത്രി മന്ത്രം പോലെ തന്നെ, അല്ലെങ്കിൽ ഗായത്രി മന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ മന്ത്രമാണ് യഥാർത്ഥത്തിൽ. ഇതിൽ ഒരുപാട് ബീജശബ്ദങ്ങളും അതുപോലെ തന്നെ പദങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഗായത്രി മന്ത്രത്തെക്കാളും വളരെ നീണ്ട ഒരു മന്ത്രമാണ്. ഇത് സാവധാനം ഈ മന്ത്രത്തിന്റെ പ്രയോഗത്തിൽ ഒരു വ്യക്തിയെ ഉയർന്ന ആത്മീയ തലത്തിലേക്കുള്ള അതിബോധത്തിലേക്ക് പരിണമിപ്പിക്കാനും അതുപോലെ ഭൗതികമായ മാനസിക അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് പോകുവാൻ സഹായിക്കുവാനും കഴിവുള്ള അതിശക്തമായ മന്ത്രമാണ്. ഇവിടെ വിശ്വാമിത്ര ഋഷി സ്വയം വിശദീകരിച്ചതുപോലെ തന്നെ ഈ മന്ത്രങ്ങളുടെ ശക്തിയാണ് യഥാർത്ഥത്തിൽ ആ രാജകുമാരന്മാരെ അതിൻ്റെ ശക്തിമത്തായ അവരുടെ അവസ്ഥയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് അവർ പോകുന്നത് യാഗസംരക്ഷണത്തിനാണ്. അവർ ഘോരമായ യുദ്ധങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവർക്ക് അതിശക്തമായ സംയമന ശക്തിയും ശാരീരിക ക്ഷമതയും ഒക്കെ വേണം എന്നാണ് പറയാം. അതായത് ഈ മന്ത്രങ്ങൾക്ക് പിന്നിൽ സാധ്യമായ ഒരു ശാസ്ത്രം തന്നെയുണ്ട്. വിശപ്പിനും ഉറക്കത്തിനും കാരണമാകുന്ന, നമ്മുടെ ശാസ്ത്രീയമായി ചിന്തിക്കുകയാണെങ്കിൽ വിശപ്പിനും ഉറക്കിനും കാരണമാകുന്ന ഹോർമോണുകളുടെയും എൻസൈംസിൻ്റെയും ശ്രവണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യമാണ്. അതായത് ഈ മന്ത്രങ്ങളുടെ സഹായത്തോടെ നമുക്ക് ശരീരത്തിൻ്റെ ഹോർമോൺ ശ്രവണം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. മന്ത്രങ്ങൾക്കുള്ള അതീവ ശക്തി ലോകമെമ്പാടും ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഗവേഷണം നടക്കുന്നുണ്ട്. ധാരാളം ശാസ്ത്ര ജേർണലുകളിൽ ഇതിൻ്റെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കൃത്യമായി ഇത് ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് പലതും നമ്മൾ അറിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കും വിശപ്പും നിയന്ത്രിക്കാൻ വേണ്ടി സാധിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ പ്രാവർത്തികമാക്കി എടുക്കണം, അല്ലെങ്കിൽ ശരീരത്തിനെ ആ ഒരു അവസ്ഥയിലേക്ക് വളർത്തി കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഈ മന്ത്രങ്ങൾ. ശരിക്കും ആയുർവേദത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കിയാൽ പോലും നമുക്ക് ഈ ബല, അതിബല മന്ത്രം ഇതിന് യഥാർത്ഥത്തിൽ പ്രയോഗ വിധികൾ തന്നെയുണ്ട്.
യഥാർത്ഥത്തിൽ ഈ മന്ത്രത്തിനൊരു ജപക്രമം പോലുമുണ്ട്, ഈ ബല അതിബല മന്ത്രത്തിന്. അപ്പൊ യഥാർത്ഥത്തിൽ രാമായണം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഉപാസനാക്രമത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ കൂടെ വാൽമീകി രാമായണത്തിൽ കാണാനുണ്ട്. നമുക്ക് ആധ്യാത്മിക രാമായണത്തിൽ ചിലപ്പോൾ ഇത് സ്പഷ്ടമല്ലെങ്കിലും അല്ലെങ്കിൽ വ്യക്തമല്ലെങ്കിലും ബലയും അതിബല മന്ത്രം എന്ന് പറഞ്ഞാൽ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് തന്നെ സൃഷ്ടിക്കപ്പെട്ട മന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ. അത് അത് ആ മന്ത്രത്തിന്റെ അടിസ്ഥാനം ഗായത്രി മന്ത്രമാണ്. ബലയും അതിബലയും ആയുർവേദത്തിന്റെ ഒരു വീക്ഷണത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ആയുർവേദത്തിൽ ബല അതിബല എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്തവും എന്നാൽ അടുത്ത ബന്ധമുള്ളതുമായ ഔഷധ സസ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ആയുർവേദ പ്രകാരം. ഇവയെ പലപ്പോഴും ഈ പറയുന്ന ബലദ്വയം എന്നാണ് വിളിക്കുക, രണ്ട് തരം ഫലങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. ഇത് തന്നെ യഥാർത്ഥത്തിൽ ബലചതുഷ്കം എന്നുള്ള പ്രയോഗവും ആയുർവേദത്തിൽ കാണാം, ബലത്രയം എന്നുള്ളതും കാണാം. യഥാർത്ഥത്തിൽ ബല എന്ന വാക്കിന് നമ്മൾക്ക് എല്ലാം അറിയുന്ന പോലെ തന്നെ ശക്തി എന്നാണ് അത് വിവർത്തനം ചെയ്യുക. ആ പദത്തെ നമ്മൾക്ക് വിവർത്തനം ചെയ്താൽ കിട്ടുന്ന അർത്ഥം അതായിരിക്കും. ഇത് യഥാർത്ഥത്തിൽ ശാരീരിക ശക്തിയും സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രാഥമിക പ്രവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ. ചരക സംഹിത പോലെയുള്ള പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ബലയെ യഥാർത്ഥത്തിൽ ശക്തിയും പോഷണവും പ്രോത്സാഹിപ്പിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ കൂട്ടത്തിൽ ബ്രാഹ്മണീയ ഗണത്തിലാണ് ഇതിനെ പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ തരംതിരിച്ചു വെച്ചിട്ടുള്ളത്. കൂടാതെ അതിൻ്റെ പുനരുജ്ജീവനത്തിന്, അതായത് പുനരുജ്ജീവന ശക്തി വർദ്ധിപ്പിക്കുന്ന, അതുപോലെ തന്നെ ബാല്യഗുണങ്ങൾ അല്ലെങ്കിൽ ബലയ്ക്ക് ഈ പറയുന്ന ബല എന്ന ഔഷധ സസ്യത്തിന് യഥാർത്ഥത്തിൽ മധുരരസമാണുള്ളത്. അതിൻ്റെ ഘനം ആയുർവേദ ടെർമിനോളജി പ്രകാരമാണെങ്കിൽ ഗുരുവാണ്, ഘനം ഗുരു എന്ന ഗുണമാണ്. ഇനി അതിന് സ്നിഗ്ധ ഗുണമുണ്ട്, അശുദ്ധമാണ്. അതുപോലെ തന്നെ തണുപ്പ് ശീതവീര്യമുള്ളതാണെന്ന് ആയുർവേദത്തിൽ കാണാം. അപ്പോൾ ഇതുപോലെ തന്നെ ബലയെ ശക്തമായ ഒരു പുനരുജ്ജീവന ടോണിക് അല്ലെങ്കിൽ രസായനമായി കണക്കാക്കുന്നു ആയുർവേദം. ഇത് വളരെ ഊർജ്ജനില നമ്മുടെ ഉള്ളിൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള ക്ഷീണത്തെ ചെറുക്കുന്നതിനും ശാരീരികമായ സഹിഷ്ണുത വർദ്ധിപ്പിക്കുന്നതിനൊക്കെ ഈ ബല ആയുർവേദത്തിൽ, അതായത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ തന്നെ അതുപോലെ എക്സ്പൊണന്റ് ഗുണങ്ങൾ, അതായത് ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലെയുള്ള ട്രീറ്റ്മെന്റ്സിനൊക്കെ നമ്മൾ അല്ലെങ്കിൽ ആ അവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നതിന് ഇത് വളരെ ഉപയോഗപ്രദമാണ്. പറഞ്ഞത് ഈ ബല അതിബല. ഇനി അതിബല എന്ന വാക്കിന്റെ അക്ഷരാർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ വളരെ ശക്തിയുള്ളത് എന്നാണ്. അതായത് ഇതിന്റെ ശക്തവും വൈവിധ്യപൂർണവുമായ ചികിത്സാ ഗുണങ്ങളെയാണ് അതിബല, ബലയേക്കാൾ ശക്തം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് അവിടെ വാച്യാർത്ഥം വരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ അതിബലയ്ക്കും ഈ പറയുന്ന ഹൈപ്പോഗ്ലൈസമിക് ഗുണങ്ങളൊക്കെ ഉള്ളതായിട്ട് ആയുർവേദത്തിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് വിട്ടുമാറാത്ത പനി, അതുപോലെ ബലഹീനത, നാഡീ വൈകല്യങ്ങൾ, ഇതിനൊക്കെയാണ് ആയുർവേദത്തിൽ ഈ ബല അതിബല ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ പറയുന്ന വാൽമീകി രാമായണം നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും ശാസ്ത്രീയമായ ഒരു കൃതി തന്നെയാണ് വാൽമീകി രചിച്ച രാമായണം. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ഇതിനെ പുരാണങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ തരം താഴ്ത്തി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് വിശ്വാമിത്ര മഹർഷി യഥാർത്ഥത്തിൽ ഈ രാജകുമാരന്മാരെ വനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് ഉപദേശിച്ച രണ്ട് പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ. ഇതിപ്പോൾ നമുക്കിവിടെ ഇത് പ്രയോഗവിധി ഉള്ളത് കൊണ്ടും ഒരു പരമ്പരയുടെ മുഖത്ത് നിന്ന് അഭ്യസിക്കേണ്ട മന്ത്രമായതുകൊണ്ടും നമുക്ക് പബ്ലിക്കലി ഇത് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മന്ത്രം യഥാർത്ഥത്തിലുണ്ട്, പ്രയോഗവിധിയൊക്കെ നിലവിലുള്ളതാണ്. വളരെ ദീർഘമേറിയ മന്ത്രമാണ്. പെട്ടെന്ന് നമ്മൾ സാധാരണ ഉള്ളതുപോലെ എന്താ പറയുക, പഞ്ചാക്ഷരിയോ ഷടാക്ഷരിയോ ഒന്നുമല്ല. അതിനേക്കാളും എത്രയോ ഈ പറയുന്ന മഹാഗണപതി മന്ത്രത്തെക്കാളും വലിയ മന്ത്രമാണ്. അപ്പം അടുത്ത ഘട്ടം രാമായണത്തിൽ നമുക്ക് നോക്കാനുള്ളത് രാക്ഷസിയായ താടകയുടെ വധമാണ് രാമായണത്തിൽ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ താടക യഥാർത്ഥത്തിൽ രാമനെ ഈ രാജകുമാരന്മാരെയും കൂട്ടി വിശ്വാമിത്ര മഹർഷി വനത്തിലൂടെ പോകുന്ന സമയത്ത് താടക വിഹരിക്കുന്ന വനത്തിൽ പ്രവേശിച്ച ഉടനെ തന്നെ വിശ്വാമിത്ര മഹർഷി അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാജകുമാരന്മാർക്ക്. കാരണം താടക എന്ന ക്രൂരയായ രാക്ഷസിയെ ഭയന്ന് ആളുകൾ ഈ പ്രദേശം സാധാരണ കടക്കാറില്ല. അതുകൊണ്ട് തന്നെ അവള് ഭ്രമാത്മകമാണ്, അവളുടെ സൗന്ദര്യം വളരെ ആകർഷകമാണ്, പക്ഷെ അവള് ഭയങ്കരിയാണ്, നശിപ്പിക്കപ്പെടാൻ അർഹതയാണ്. അതായത് അവളെ ഇല്ലായ്മ ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ
ഇത് കേട്ട് രാമൻ തൻ്റെ വില്ലും അമ്പുകളും പുറത്തെടുത്ത് തയ്യാറായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ശ്രീരാമൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ തൻ്റെ വില്ലിൻ്റെ വില്ല് എടുത്ത് ഞാൺ ഒന്ന് വലിച്ചു വിടുകയാണ് ചെയ്യുക. ആ ഞാണിൻ്റെ കമ്പനം കേട്ട് ഒരു ഒരു ഭയാനകമായ ശബ്ദമാണ് ആ ഞാണൊലി സൃഷ്ടിക്കുന്നത്. അങ്ങനെ അത് ആ രാക്ഷസിയെ ഉണർത്തുന്നു. ആ രാക്ഷസിയെ ഉണർത്തുന്ന സമയത്ത് അവള് രാജകുമാരന്മാരുടെ അടുത്തേക്ക് അവരെ ആക്രമിക്കാൻ വേണ്ടി പാഞ്ഞെത്തുന്നു. അങ്ങനെ ശ്രീരാമൻ പിന്നെ മടിച്ചില്ല. കാരണം ഗുരു അല്ലെങ്കിൽ ഗുരുസ്ഥാനീയനായ വിശ്വാമിത്രൻ പറഞ്ഞിട്ടുണ്ട്, അവള് കൊല്ലപ്പെടേണ്ടവളാണ്, അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടേണ്ടവളാണ്. അതുകൊണ്ട് തന്നെ ഘോരമായി യുദ്ധം ചെയ്ത് ശ്രീരാമൻ അവളുടെ നേരെ അമ്പ് ചെയ്ത് അവളുടെ നെഞ്ചു പിളർന്ന് അവൾ അങ്ങനെ അന്ത്യശ്വാസം വലിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ പതിച്ച ശരീരത്തിൽ, അങ്ങനെ ആ ചേതനയറ്റ ആ ശരീരത്തിൽ നിന്ന് ഒരു സുന്ദരിയായ സ്ത്രീ പുറത്തേക്ക് വരുന്നതും കഴിഞ്ഞ ജന്മത്തിൽ ലഭിച്ച ഒരു ശാപം മൂലം അവള് ഒരു രാക്ഷസിയായി മാറി ആയതാണ്. ഇപ്പോൾ ആ ജീവിതം അവസാനിച്ച ശേഷം അവള് മോചിതയായ ദേവലോകത്തേക്ക് മടങ്ങി. അങ്ങനെ അവര് ഈ കൃത്യവും ചെയ്തു കഴിഞ്ഞ് മുനിയുടെ കൂടെ തന്നെ ഒരുപാട് ദൂരം നടന്ന് മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുകയും അവിടെ ഈ പറയുന്ന അഗ്നിഹോമത്തിന് അല്ലെങ്കിൽ അഗ്നിയജ്ഞത്തിന് വിപുലമായ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടിയിട്ട് അവരുടെ സംരക്ഷണവും വിശ്വാമിത്രൻ ആവശ്യപ്പെടുകയാണ്. അപ്പം ഈ മറ്റ് ഇതിഹാസ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു താടകയുടെ വധവുമായി ബന്ധപ്പെട്ട് പറയാൻ, കാരണം ഞാനിത് വിവരിക്കാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പരമാവധി അറിയുന്ന കഥകളാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ തത്വം ആണ് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്. അപ്പോൾ മറ്റ് ഇതിഹാസ വിഭാഗ ഗ്രന്ഥങ്ങളെ പോലെ രാമായണവും ഒരു അധ്യാപന ഗ്രന്ഥമാണ്. യഥാർത്ഥത്തിൽ ചരിത്ര രചനയുടെയോ അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായ കൃതി രചനയുടെയോ, അതായത് ഒരു മെറ്റാഫിക്ഷനെയോ യഥാർത്ഥത്തിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇത് രചിച്ചിട്ടുള്ളത് രാമായണം. അതായത് ഒരു സങ്കല്പകൃതി നമ്മൾ വായിക്കുകയോ കാണുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കുകയോ ചെയ്യുന്നുവെങ്കിലും പ്രേക്ഷകരെ അത് വായിക്കുകയോ കാണുകയോ അല്ലെങ്കിൽ ആ വായനക്കാരനെ എന്ന് വേണമെങ്കിൽ പറയാം, ആ വായനക്കാരനെ അതിൽ അന്തർലീനമായി ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ സ്വന്തം ആഖ്യാന ഘടനയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സാങ്കല്പിക കൃതിയായിട്ടാണ് ഇതിൻ്റെ ഒരു അവതരണ ശൈലി. ഒരു പാഠമല്ല, അതിന് 3 അർത്ഥതലങ്ങൾ ഉണ്ടാവും എപ്പോഴും. അതായത് അതിന് നമ്മൾ ഈ പറയുന്ന പോലെ സൂക്ഷ്മാർത്ഥം ഉണ്ടാവും, ഒരു ഭൗതികമായതുണ്ടാവും, പിന്നെ ഒരു തത്വവും ഉണ്ടാവും. ഇതിൽ ഇങ്ങനെ ഒരു 3 തലത്തിലാണ് നമ്മൾ എപ്പോഴും ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളെയും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ താടകയിലേക്ക് മടങ്ങി വരുമ്പോൾ താടക യഥാർത്ഥത്തിൽ ഒരു കെട്ടുകഥയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അങ്ങനെ ഒരു പ്രാധാന്യമില്ലാത്ത ഒരു കഥാപാത്രം ഇടയ്ക്ക് രാമായണത്തിൽ വന്ന് അങ്ങനെ ശ്രീരാമനാൽ വധിക്കപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഇത് ഈ കെട്ടുകഥയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അതല്ല, ഇത് യാഥാർത്ഥ്യമാണോ, ചരിത്രപരമായ എന്തെങ്കിലും പ്രാധാന്യം ഇതിനുണ്ടോ എന്നൊക്കെ ചിന്തിച്ചാൽ ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് അജ്ഞാതമാണ് ആ കാര്യം. കാരണം ശ്രീരാമൻ ഭഗവാൻ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രൻ താടകയെ വധിച്ചതിന് ശേഷം, അല്ലെങ്കിൽ ആ വധിച്ചതിൻ്റെ അർത്ഥം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ കഥയിൽ താടക എന്നുള്ള ഒരു കഥാപാത്രം, ഒരു സ്ത്രീ കഥാപാത്രം വരിക? താടക ഒരു സ്ത്രീയാണെങ്കിലും 2 രാക്ഷസന്മാരുടെ, അതായത് മാരീചന്റെയും സുബാഹുവിൻ്റെയും അമ്മയാണ്. അങ്ങനെ ബാലനായ രാമനോട് അവളെ വധിക്കാൻ മുനി ആവശ്യപ്പെടുന്ന സമയത്ത് നീതിയുടെ ഒരു തത്വത്തിന്റെ പ്രായോഗികമായ പ്രകടനം നമുക്കിവിടെ കാണാം. ഒരു നീതിശാസ്ത്രത്തിന്റെ പ്രകടനം നമുക്കിവിടെ കാണാം. അവിടെ സാധാരണയായിട്ട് നമുക്കൊരു ആശയക്കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സ്ത്രീയെ വധിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം കാരണം ഒരു സ്ത്രീ തെറ്റായ രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആസുരീകമായ പ്രവണതയാണെങ്കിലും അവളെ കൊല്ലുന്നത് വേദങ്ങൾ നിഷിദ്ധമായി കൽപ്പിക്കുന്നുണ്ട്. അതായത് വേദത്തിന്റെ ജ്ഞാന പാരമ്പര്യം ഇതിനെ നിഷിദ്ധമായി വിലക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും ശ്രീരാമന്റെ ഈ അമിതവ്യയിയായ അല്ലെങ്കിൽ അസാധാരണനായ ശ്രീരാമനെ ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ തൻ്റെ കൃത്യതയിലും കഴിവിലും താരതമ്യപ്പെടുത്താനാവാത്തവനും ഒരു ഉത്തമ വിദ്യാർത്ഥിയായിരിക്കുന്നതിലും അല്ലെങ്കിൽ ഒരു ഉത്തമ വിദ്യാർത്ഥിയായി ചിത്രീകരിക്കുന്നതിനും ഈ ഒരു കഥാസന്ദർഭത്തിൽ കാവ്യാത്മകമായ രീതി ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതിലൊരു പ്രതീകാത്മകതയുണ്ട്, ഒരു ഐക്കോണോഗ്രാഫി നമുക്ക് കാണാം. കാരണം എന്താ,
മാരീചന്റെയും സുബാഹുവിന്റെയും അമ്മയായ താടകയെ ആദ്യം വധിക്കുന്നു. ശ്രീരാമന്റെ ഗുരുവിന്റെ യജ്ഞം തടസ്സപ്പെടുത്തുവാൻ ഈ സുബാഹുവും മാരീചനും, അതായത് ഈ അമ്മയുടെ മക്കള് വീണ്ടും തിരിച്ചെത്തുന്നുണ്ട്. ഇപ്പൊ ശ്രീരാമൻ സുബാഹുവിനെ കൊന്ന് മാരീചനെ യഥാർത്ഥത്തിൽ വധിക്കുവാൻ വേണ്ടി ദിവ്യാസ്ത്രം അയക്കുകയും മാരീചൻ ഈ പറയുന്ന ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്ത്, കടലുകൾക്കപ്പുറത്ത്, സമുദ്രങ്ങൾക്കപ്പുറത്തൊക്കെ പോയിട്ടും അങ്ങനെ പോകുന്ന എല്ലാ സ്ഥലത്തും അവനെ പിന്തുടരുന്ന ആയുധം ഉപയോഗിച്ചിട്ടാണ് ശ്രീരാമൻ ആക്രമിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രതീകാത്മകത യഥാർത്ഥത്തിൽ സാധാരണയായിട്ട് നമ്മുടെ ഈ കഥാതന്തുക്കളിൽ വരുന്ന നാമങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. മാരീചൻ എന്നത് യഥാർത്ഥത്തിൽ മായയുടെയും അല്ലെങ്കിൽ നിഴലിന്റെയും സൃഷ്ടാവായ ആസുരീക ശക്തിയുടെ അല്ലെങ്കിൽ ചൈതന്യത്തിന്റെ പേരിനെ കുറിക്കാനാണ്, അല്ലെങ്കിൽ ഗുണത്തെ കുറിക്കാനാണ് മാരീചൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ മാരീചൻ എന്നത് യഥാർത്ഥത്തിൽ പ്രഭാതത്തിന്റെയും ആത്മാവിന്റെയും അല്ലെങ്കിൽ പ്രകാശത്തിന്റെയും അധിപനായ സൂര്യന്റെയും കൂടെ പേരാണ്. അങ്ങനെയും ഒരു ഒരു എന്താ പറയാ, ഒരു ആശയക്കുഴപ്പം നമുക്കുണ്ടാവും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാല്, ഈ സൂര്യന്റെ ഗുണവിശേഷമാണ് അല്ലെങ്കിൽ സൂര്യന്റെയും ഗുണനാമമാണ് എന്ന് നമ്മൾ പറയും. ഇപ്പം ശ്രീരാമനെ എടുത്തു നോക്കിയാൽ സൂര്യവംശത്തിലെ രാജകുമാരനാണ് ശ്രീരാമൻ. ആ ശ്രീരാമൻ മാരീചനെ കൊല്ലുന്നു. എന്നാൽ ഈ മാരീചൻ എന്ന പേര് സൂര്യന്റെ നാമവും കൂടിയാണെന്ന് നമ്മൾ പറയും. അപ്പം സമാനമായ ഒരു ഗുണത്തിന് ദിവ്യമായതും പൈശാചികമായതുമായ രണ്ട് വശങ്ങളുണ്ട് എന്ന് നമ്മുടെ ദർശനങ്ങളിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരേ ഐഡന്റിക്കൽ നെയിംസ് പല സ്ഥലത്തും നമുക്ക് കാണാം. കാരണം ഇപ്പോ ദുർഗമ എന്ന ഒരു രാക്ഷസൻ ദുർഗാദേവിയാൽ കൊല്ലപ്പെടുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ദർശന ഗ്രന്ഥങ്ങളിൽ. അതുപോലെ തന്നെ നമുക്ക് ഹയഗ്രീവൻ എന്ന അസുരൻ, ഹയഗ്രീവൻ എന്ന ദേവനാൽ കൊല്ലപ്പെടുന്നതും കാണാം. ഇവ രണ്ടും ഒരേ ഐഡന്റിക്കൽ നെയിംസ് ആണ്. പക്ഷെ ആ ഒരേ നാമത്തിന്, അതായത് ഗുണങ്ങളെ വിശേഷിപ്പിക്കാനാണ് ദർശന ഗ്രന്ഥങ്ങളിൽ പറയുന്നതെങ്കിലും പൊതുവായ ഗുണത്തിന് രണ്ട് മാനങ്ങളുണ്ട്, രണ്ട് ഡയമെൻഷൻസ് ഉണ്ട്. ഒന്ന് ദിവ്യമായ ഡയമെൻഷൻ, അതാണ് നമ്മുടെ ദേവന്മാരെന്ന് പറഞ്ഞ. ഒന്ന് പൈശാചികമായ ഡയമെൻഷൻ. ഇവിടെ നോക്കുമ്പോൾ മാരീചൻ എന്ന് പറഞ്ഞാലും ഇവിടെ ശ്രീരാമൻ ആക്രമിക്കുന്നത് ഈ പറയുന്ന ആസുരീകമായ ഡയമെൻഷനെയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ആത്മപ്രകാശമാണ് അതിൻ്റെ അല്ലെങ്കിൽ ദൈവീകമായ തത്വമെങ്കിൽ ആസുരീകതയാണ് മാരീചൻ എന്ന അസുരൻ. അപ്പോൾ ഇനി താടകയുടെ കാര്യം എടുത്തു നോക്കിയാൽ, അതുകൊണ്ട് തന്നെ ഇവിടെ മാരീചനും സുബാഹുവും അതുപോലെ തന്നെ താടകയും ഒക്കെ ഒരുപാട് തത്വങ്ങളുടെ ഒരു 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 സൂചന നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ താടകയെ എടുത്തു നോക്കിയാൽ പ്രാദേശികമായ കഥകളിൽ താടക അവിദ്യയെ അല്ലെങ്കിൽ അജ്ഞതയാണ് പ്രതീകപ്പെടുത്തുക. അതായത് അവളുടെ പരാജയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവളെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അന്ധകാരത്തിന് മേലുള്ള വിജയത്തെയും അറിവിന്റെ നേട്ടത്തെയും പ്രതിനിധീകരിക്കുന്നതാണ്. താടക എന്ന് പറഞ്ഞാൽ അവിദ്യയാണ്, യഥാർത്ഥത്തിൽ അജ്ഞത. അപ്പൊ ഇവിടെ വിശ്വാമിത്ര മഹർഷി എന്നുള്ളത് എന്തായിരിക്കും? ജീവാത്മാവിന്റെ മേധസ്സാണ് ഗുരുമണ്ഡലം. അപ്പൊ ആ മേധസ് വനങ്ങളിലേക്ക് ഈ പറയുന്ന ആത്മാവിനെയും അല്ലെങ്കിൽ ജീവാത്മാ ചൈതന്യത്തെയും ലക്ഷ്മണനാകുന്ന ബുദ്ധിയെയും കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ അനന്തനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവിടെ അവിദ്യയുടെ വരവാണ് താടക എന്ന രാക്ഷസിയുടെ അവതരണം, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന്റെ ആവിർഭാവം. അവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പൊ ഇവിടെ ഇത് ആ ജീവാത്മാവിന്റെ പ്രബുദ്ധതയിലേക്കുള്ള യാത്രയിൽ ഇതിന്റെ മെറ്റാഫിസിക്കൽ തടസ്സങ്ങളെ, അല്ലെങ്കിൽ സൂക്ഷ്മമായ മാനസിക മണ്ഡലത്തിലെ തടസ്സങ്ങളെ മറികടക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ അടിവരയിടുന്ന കഥാസന്ദർഭമാണ് താടകയുടെ ആവിർഭാവം. അവിദ്യ അല്ലെങ്കിൽ അജ്ഞത എന്ന് പറഞ്ഞാൽ താടക പലപ്പോഴും അവിദ്യയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. തത്വചിന്തയിൽ ഇത് ആത്മീയ അജ്ഞതയെയോ മായയെയോ ആണ് സൂചിപ്പിക്കുക. അതായത് മായയുടെ കഞ്ചുകങ്ങളാല് ബന്ധപ്പെട്ട് കിടക്കുന്ന ആത്മചൈതന്യത്തെയാണ് യഥാർത്ഥത്തിൽ താടകയുടെ ആവിർഭാവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വനത്തിലെ അവളുടെ സാന്നിധ്യം ഋഷിമാരുടെ യജ്ഞങ്ങളെയും ആത്മീയമായ ആചാരങ്ങളൊക്കെ തടസ്സപ്പെടുത്തുകയും
ഉയർന്ന അറിവും പ്രബുദ്ധതയും നേടുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്യുന്നു. അതായത് ഋഷി വര്യന്മാർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഇന്റലക്ട്സ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മേധയാണ്. ആ മേധയെ തടസ്സപ്പെടുത്തുക. മേധയെ തടസ്സപ്പെടുത്തുന്നത് എന്താണ്? അജ്ഞതയായിരിക്കും. താടക തടസ്സപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മേധയെ, താടക ഋഷീശ്വരന്മാരെ മുനിമാരെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മേധസ്സിനെ, ആ പ്രചോദിതമായ ബുദ്ധിയെ അവിദ്യ തടസ്സപ്പെടുത്തും. അത് നമ്മളെ ആത്മീയമായ യാത്രയിൽ ഉയർന്ന അറിവ് നേടാനും പ്രബുദ്ധത നേടുന്നതിൽ നിന്നും നമ്മുടെ മേധയെ തടയും. അപ്പോൾ ഒരു സ്ത്രീ ആയതിനാൽ തന്നെ ശ്രീരാമൻ ഇവിടെ തുടക്കത്തിൽ മടിച്ചെങ്കിലും താടകയെ പിന്നീട് വധിക്കുന്നത് അജ്ഞതയ്ക്കും നിഷേധാത്മകതയ്ക്കും അതിൻ്റെ മേൽ അറിവിൻ്റെയും പ്രബുദ്ധതയുടെയും വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് താടക എന്ന് പറഞ്ഞാൽ അവിദ്യയോടൊപ്പം കോപവും പ്രതികാരവുമാണ്. അപ്പോൾ ഭർത്താവിൻ്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ അല്ലെങ്കിൽ കോപത്തോടെ പ്രതികാരം ചെയ്തതിന് ശേഷം അവള് രാക്ഷസിയായി മാറി എന്നാണ് താടകയുടെ പശ്ചാത്തല കഥ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവുക. അപ്പോൾ അനിയന്ത്രിതമായ കോപവും നീരസവും വിനാശകരമായ പെരുമാറ്റത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ ഇരുട്ടിലേക്ക്, നമ്മുടെ ആത്മാവിനെ ഇറക്കുന്നതിലേക്കുമാണ് നയിക്കുക എന്നുള്ളതാണ് ഈ താടകയുടെ ആവിർഭാവത്തെ കൊണ്ട്, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ സൃഷ്ടിയെ കൊണ്ട് വാൽമീകി പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അവിദ്യയാണ്, കോപവും പ്രതികാരവുമാണ്. എന്നാൽ മൂന്നാമത് താടക ചെയ്യുന്നത് എന്താണ്? ധർമ്മത്തിന്റെ തടസ്സം. ഈ ഘോരമായ വനത്തെ മുഴുവനും ഭയപ്പെടുത്തുകയും ഋഷീശ്വരന്മാരുടെ യജ്ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ താടക ധർമ്മത്തെ, അല്ലെങ്കിൽ നീതിയെയാണ് എതിർക്കുന്നത്, അല്ലെങ്കിൽ നീതിയെ എതിർക്കുന്ന ശക്തിയായിട്ടാണ് പ്രതീകപ്പെടുത്തുന്നത് താടകയെ. അവളുടെ പരാജയം യഥാർത്ഥത്തെ, അല്ലെങ്കിൽ അവളെ പരാജയപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ധർമ്മസ്ഥാപനത്തിനും സമാധാനത്തിനും ആ ക്രമം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനെയുമാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അതായത് രാക്ഷസീയമായ വധം എപ്പോഴും നമ്മൾ കരുതേണ്ടത് ഈ അവസ്ഥയിലേക്കാണ്. സാരാംശത്തിൽ പറഞ്ഞാൽ ആത്മീയ വളർച്ചയ്ക്കും നീതിക്കും ഐക്യവുമായുള്ള ഒരു സമൂഹം സ്ഥാപിക്കുന്നതിനും തടസ്സമാകുന്ന ആന്തരികമായ പിശാചുക്കളെയും ബാഹ്യ തടസ്സങ്ങളെയും സൂചിപ്പിക്കുന്ന ശക്തമായ ഒരു ആലങ്കാരികമായ കഥാപാത്രമാണ് താടക, അല്ലെങ്കിൽ ഒരു രൂപകമാണ് താടക. ശ്രീരാമൻ താടകയെ കണ്ടുമുട്ടുകയും വധിക്കുകയും ചെയ്യുന്നത് ജീവാത്മാവിനെ പ്രബുദ്ധത കൈവരിക്കുന്നതിലും ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിലും ഈ നകാരാത്മകമായ ശക്തികളെ നേരിടുന്നതിനും മറികടക്കുന്നതിനുമുള്ള ആവശ്യമായ പ്രവർത്തനത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഇനി മാരീചന്റെ കാര്യം എടുത്തു നോക്കിയാൽ സംസ്കൃതത്തിൽ മാരീചൻ എന്ന പേരിന് മരീചിക, നമ്മൾ കേട്ടില്ലേ, മരീചിക, അല്ലെങ്കിൽ വ്യാമോഹം ഉളവാക്കുന്ന ഒരു സംഗതി, അല്ലെങ്കിൽ ഒരു അസ്തിത്വം എന്ന പദവുമായിട്ട് ബന്ധമുണ്ട്. അതായത് ഒരു മിഥ്യയോ പ്രത്യക്ഷമോ സൃഷ്ടിക്കുന്ന ഒന്ന്. ഇത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവൃത്തിയെ നേരിട്ട് പ്രതിഫലിപ്പിക്കുന്നതാണ് മാരീചന്റെ. അതായത് ശ്രീരാമനെ സീതയിൽ നിന്ന് അകറ്റാൻ സ്വർണമാനായി വേഷം മാറി രാവണന് തട്ടിക്കൊണ്ടുപോകാൻ പ്രാപ്തമാക്കി നിർത്തി കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രാപ്തമാക്കിയത് മാരീചനാണ്. അതുകൊണ്ട് തന്നെ മാരീചനെ വഞ്ചനയുടെയും മിഥ്യയുടെയും അയാഥാർത്ഥ്യത്തിന്റെയും പ്രലോഭനകരമായ വശീകരണത്തിന്റെയും പ്രതിനിധാനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയേണ്ടത്. അപ്പൊ മാരീചൻ എന്ന കഥാപാത്രം യഥാർത്ഥത്തില് മിഥ്യയാണ്, മരീചികയാണ്. മനസ്സിനെ മതിക്കുന്ന മരീചികയാണ് യഥാർത്ഥത്തില് മാരീചൻ. അപ്പൊ സത്യത്തിൽ നിന്നോ നീതിയുടെ പാതയിൽ നിന്നോ നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന വഞ്ചനാപരമായ രൂപങ്ങൾ ആണ് മാരീചൻ. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്ത താടകയുടെ അടുത്ത പുത്രനായ സുബാഹുവിനെ കുറിച്ച് ചിന്തിച്ചാല് സംസ്കൃതത്തില് സുബാഹുവിന്റെ പേരിന്റെ അർത്ഥം തന്നെ സുന്ദര സായുധ, അല്ലെ സുന്ദരനായ സായുധൻ, അല്ലെങ്കിൽ സുന്ദരമായ കൈകളുള്ളവൻ എന്നാണ്. ബാഹുക്കൾ. ഇപ്പൊ ഋഷിമാരെ ഉപദ്രവിക്കുന്നതും ഇതൊക്കെയാണ് സുന്ദരമായ കൈകൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഋഷിമാരെ ഉപദ്രവിക്കുകയും അവരുടെ പവിത്രമായ ആചാരങ്ങളെ, അല്ലെങ്കിൽ യജ്ഞങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രാക്ഷസനായിട്ടാണ് ഇവിടെ അദ്ദേഹം വേഷമിടുന്നത്, അല്ലേ? അപ്പൊ ഈ വേഷമിടുന്ന പശ്ചാത്തലത്തില് സുബാഹുവിനെ യഥാർത്ഥത്തില് നമുക്ക് അഹങ്കാരത്തിന്റെയും നീതിയെ, അല്ലെങ്കിൽ നീതിയുടെ ശക്തിയെ കുറച്ചു കാണുന്നതിന്റെ അനന്തര ഫലങ്ങളുടെയും മൂർത്തീഭാവമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇപ്പൊ രാമായണം വായിക്കുന്ന നമ്മള് സുബാഹു എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിന്റെയും ഈ നീതിധർമ്മ ബോധത്തിന്റെ ഒരു ശക്തി അത് കുറച്ച് കാണുന്നതിന്റെ അനന്തര ഫലങ്ങളുടെയും ഒരു മൂർത്തിഭാവമാണ് സുബാഹു. ശ്രീരാമനെ വെല്ലുവിളിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ അസുരന്മാരുടെ അഹങ്കാരത്തെയും സദ്ഗുണത്തിന്റെ മേധാവിത്വം ഗ്രഹിക്കാനുള്ള അവരുടെ കഴിവില്ലായ്മയുമാണ് സൂചിപ്പിക്കുക. അപ്പൊ മാരീചനും സുബാഹുവും ഒരുമിച്ച് ധർമ്മത്തെ അല്ലെങ്കിൽ നീതിയെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ ശക്തികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാമായണം നോക്കിക്കാണുന്നത് സ്വന്തം ശരീരത്തിലൂടെയാണ്, സ്വന്തം അസ്തിത്വത്തിലൂടെയാണ്. അവിടെ ശ്രീരാമനാകുന്ന ജീവാത്മാ ചൈതന്യം അല്ലേ, അത് ഈ പറയുന്ന പോലെ മാരീചന്റെയും സുബാഹുവിന്റെയും അക്രമത്തില്, തിന്മയുടെ ശക്തികളായ ഇവരുടെ രണ്ടിന്റെയും അക്രമത്തില് വഴിതെറ്റിക്കാൻ കഴിയുന്ന സൂക്ഷ്മമായ പ്രലോഭനങ്ങളെയും വഞ്ചനകളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ഈ പറയുന്ന ശ്രീരാമനെ പോലെയുള്ള ധർമ്മിഷ്ഠനായ ആത്മചൈതന്യത്തെ പ്രലോഭനങ്ങൾ കൊണ്ട്, വഞ്ചനകൾ കൊണ്ട് മാരീചൻ വഴിതെറ്റിക്കാൻ സൂക്ഷ്മമായി ശ്രമിക്കുമ്പോൾ അതേ സമയത്ത് സുബാഹു എന്ത് ചെയ്യുന്നു? ആത്മീയ ആചാരങ്ങൾക്കും സദ്ഗുണങ്ങൾക്കും എതിരെ അഹങ്കാരത്തിന്റെയും അക്രമണത്തിന്റെയും കൂടുതൽ വ്യക്തമായ പ്രവൃത്തികളെ സുബാഹു പ്രതിനിധാനം ചെയ്യുന്നു. അപ്പൊ ശ്രീരാമനുമായുള്ള അവരുടെ കൂടിക്കാഴ്ചകള് തിന്മയുടെ മേല് നന്മയുടെ അന്തിമ വിജയത്തെയും ധർമ്മം ഉയർത്തിപ്പിടിക്കുന്നതിന് നഗ്നവും അതുപോലെ തന്നെ വഞ്ചനാപരവുമായ നിഷേധാത്മക രൂപങ്ങളെ നേരിടേണ്ടതിൻ്റെ ആവശ്യകതയും എടുത്തു കാണിക്കുന്നതാണ്. ഇതാണ് നമ്മൾക്ക് ഇവരുടെ രൂപങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് ആ യജ്ഞത്തിന്റെ സംരക്ഷണമാണ്. സംരക്ഷണം, അതായത് താടകയുടെ വധം കഴിഞ്ഞ് സുബാഹുവിന്റെ വധവും കഴിഞ്ഞ് മാരീചനെ ആക്രമിച്ചെങ്കിലും മാരീചൻ അവസാനം ശ്രീരാമപാദങ്ങളിൽ അഭയം പ്രാപിച്ച് അവനെ കൊല്ലാതെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യജ്ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ യജ്ഞങ്ങളുടെ സംരക്ഷണം നോക്കുന്ന സമയത്ത് ആ യജ്ഞത്തിന് ആവശ്യമായ സംരക്ഷണം നൽകാമെന്നും യജ്ഞം വീണ്ടും പുനരാരംഭിക്കാമെന്നും ശ്രീരാമൻ ഋഷിമാർക്ക് ഉറപ്പ് നൽകുകയാണ്. കാരണം ശ്രീരാമനും ലക്ഷ്മണനും വന്നത് തന്നെ അതിനു വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ യജ്ഞം ആരംഭിച്ച ഉടനെ അസുരന്മാര് വീണ്ടും ഇത് തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് മൃഗങ്ങളുടെ രക്തവും പച്ചമാംസവും ഒക്കെ ഉപയോഗിച്ച് യാഗപീഠവും യജ്ഞവേദിയും അശുദ്ധമാക്കുവാൻ വേണ്ടി തുടങ്ങി. ഉടൻ തന്നെ ശ്രീരാമൻ തൻ്റെ അമ്പുകളെടുത്ത് ഈ പറയുന്ന അസുരന്മാരായ സുബാഹുവിനെയും മാരീചനെയും അമ്പ് എയ്യുകയാണ് ഉണ്ടായത്. അപ്പം സുബാഹുവിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ രാമൻ വധിക്കുകയും എന്നാൽ മാരീചൻ ആ അസ്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ശ്രീരാമന്റെ അസ്ത്രം വളരെ മാന്ത്രികമായ അസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ സുബാഹു പോകുന്നിടത്തെല്ലാം അത് അവനെ പിന്തുടരുകയും ഒടുവിൽ അവൻ ആ അമ്പിന് കീഴടങ്ങി ശ്രീരാമന്റെ കാൽക്കൽ അഭയം തേടുകയാണ് ചെയ്യുന്നത്. ലക്ഷ്മണൻ അവരുടെ നിരവധി അനുചരന്മാരെ കൊല്ലുന്നു. അങ്ങനെ ഋഷിമാർക്ക് ഒരു ബുദ്ധിമുട്ടും കൂടാതെ യജ്ഞം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇവർ രണ്ടുപേരും ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കാട്ടിലേക്ക് എന്തിനാണോ മുനി അല്ലെങ്കിൽ ഋഷി കൂട്ടിക്കൊണ്ടുവന്നത് അവരുടെ ആ ലക്ഷ്യം അവർ പൂർത്തിയാക്കുന്നു. പക്ഷേ അവർ 3 ദിവസം കൂടി ആശ്രമത്തിൽ തന്നെ താമസിക്കുകയും ആ രാജകീയമായ അല്ലെങ്കിൽ ആ രാജകുമാരന്മാർക്ക് ആത്മീയമായ കാര്യങ്ങൾ വിശ്വാമിത്ര മഹർഷി പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ 3 ദിവസം അവർക്ക് ഭാവിയിൽ നല്ല ക്രിയാത്മക ശക്തിയുള്ള അല്ലെങ്കിൽ ക്രിയാത്മകമായ വ്യക്തിത്വത്തോടു കൂടി ഉൽപാദനക്ഷമതയുള്ള ഭരണാധികാരികളാകുവാൻ അവരെ പ്രചോദിപ്പിക്കാനും അതുപോലെ തന്നെ നിരവധി സുപ്രധാന മന്ത്രങ്ങൾ, അതായത് ഈ അസ്ത്രങ്ങൾ എന്ന യഥാർത്ഥത്തിൽ ഇപ്പോൾ പാശുപതാസ്ത്രം നമ്മൾ പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ അതൊരു മന്ത്രത്തിൻ്റെ പേരാണ്, പാശുപത മന്ത്രം. അപ്പോൾ അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഈ അസ്ത്രങ്ങൾ നാഗാസ്ത്രം ബ്രഹ്മാസ്ത്രം എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ അത് മന്ത്രങ്ങളാണ്. അങ്ങനെയുള്ള മന്ത്ര ദീക്ഷ ഒരുപാട് ആ 3 ദിവസം ശ്രീരാമനെ വിശ്വാമിത്രൻ നൽകുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ രാമായണത്തിലൂടെ പുരോഗമിക്കുമ്പോൾ കാണുന്നത് അഹല്യയുടെ മോക്ഷമാണ്. അപ്പോൾ അവര് ഈ പറയുന്ന കൃത്യം നിർവഹിച്ചതിന് ശേഷം വഴിയിൽ അവര് ഗൗതമ മഹർഷിയുടെ ആശ്രമം സന്ദർശിക്കുകയും ആ നദിയുടെ തീരത്ത് വളരെ സുഗന്ധമുള്ള പുഷ്പങ്ങളും വള്ളിച്ചെടികളും ഒക്കെയുള്ള ഫലവൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞ അതിമനോഹരമായ ചുറ്റുപാടുകളിൽ
ആ ഒരു പ്രത്യേകതരം അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ പക്ഷെ അവർ തിരഞ്ഞു നോക്കുമ്പോൾ മൃഗങ്ങളെ ഒന്നും കാണാൻ കഴിയുന്നില്ല. ശ്രീരാമൻ മഹർഷിയോട് ചോദിക്കുന്നുണ്ട്. ഈ പ്രദേശത്തിന് അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ ഈ പ്രത്യേക സ്വഭാവത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം മഹർഷി പറയാണ്, ഗൗതമ മഹർഷിയും അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യ അഹല്യയും ഇവിടെ വളരെ കാലം താമസിച്ചിരുന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവര് പരസ്പരം നമ്മൾ പറയുന്ന പോലെ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന രീതിയിൽ ജീവിച്ച ആളുകളാണ്. സ്നേഹവും ബഹുമാനവും കൊണ്ട് ഭർത്താവിനെ എന്നും പരിചരിച്ചിരുന്ന സ്ത്രീ ഇത്രയും സുന്ദരിയായ ഭാര്യയായി മാറിയതിൽ അല്ലെങ്കിൽ ഭാര്യയെ കിട്ടിയതിൽ അദ്ദേഹം വളരെ സന്തോഷിച്ചു. അങ്ങനെ ഒരു ദിവസം സ്വർഗീയ രാജാവായ ഇന്ദ്രൻ തൻ്റെ കാമത്താൽ വലയുന്നത് അല്ലെങ്കിൽ കാമത്താൽ ഇങ്ങനെ വലയുന്ന സമയത്ത് അഹല്യയെ കാണാൻ ഇടയാവുകയും അവളെ നേടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവളുടെ ശരീരം അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വക്രത ഉപയോഗിച്ചിട്ടായാലും അത് ആസ്വദിക്കാൻ ഇന്ദ്രൻ തീരുമാനിക്കുകയും സന്ധ്യാവന്ദനത്തിന് വേണ്ടിയിട്ട് മുനി നദിയിലേക്ക് പോകുന്ന സമയത്ത് ആ സമയം മുനിയുടെ വേഷം ധരിച്ച് അന്നത്തെ ഇന്ദ്രിയങ്ങളുടെ രാജാവായ ഇന്ദ്രൻ അവളെ സമീപിക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ ഗൗതമ മുനിയുടെ അതേ ഒരു പ്രച്ഛന്ന വേഷത്തിൽ ഈ പറയുന്ന ആശ്രമത്തിലേക്ക് പോവുകയും അത് അങ്ങനെ ഇന്ദ്രൻ തൻ്റെ കാമം തൃപ്തിപ്പെടുത്തുകയും ചെയ്യുകയാണുള്ളത്. അങ്ങനെ സന്ധ്യാവന്ദനം കഴിഞ്ഞ് തിരിച്ചെത്തിയ സമയത്ത് തൻ്റെ അതേ രൂപമുള്ള ഒരാൾ തൻ്റെ കുടിലിൽ കണ്ട സമയത്ത് ഗൗതമന് കാര്യം എന്താണെന്ന് പിടികിട്ടുകയും അങ്ങനെ അത്തരം അവിവേകങ്ങൾ അനുഭവിച്ചതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കാൻ ഇന്ദ്രനെയും അഹല്യയും ശപിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ദ്രന് ശരീരത്തിൽ ആയിരക്കണക്കിന് വ്രണങ്ങൾ സമ്മാനിച്ചു അല്ലെങ്കിൽ ശപിച്ചു. അതുപോലെ അഹല്യയെ ഒരു ശിലയായി മാറാൻ, കല്ലുപോലുള്ള ജീവിതം നയിച്ച് തപസ് ചെയ്യാൻ അഹല്യ ശപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജീവിക്കാൻ ഭക്ഷണമോ പാനീയമോ ആവശ്യമില്ലാത്ത ശിലയായി ഒരു മൃഗവും അവളുടെ തപസ്സിനെ തടസ്സപ്പെടുത്താൻ പാടില്ല, അതുകൊണ്ട് ശിലയായിരുന്നാൽ മതി. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ രാമാവതാരത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും എത്ര സമയമെടുത്താലും എത്ര യുഗങ്ങൾ എടുത്താലും ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത് വരെ കാത്തിരിക്കുവാനും മുനി അവളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശ്രീരാമന്റെ കാൽ കൊണ്ട് നീയാകുന്ന ശില സ്പർശിക്കുന്ന നിമിഷം മുതൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾ മോചനം ലഭിക്കുകയും വീണ്ടും നമ്മൾക്ക് പഴയതുപോലെ ദമ്പതികളായി ജീവിതം മുൻപോട്ട് നയിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ ഗൗതമ മുനി ആശ്രമം വിട്ട് ഹിമാലയത്തിലേക്ക് തപസ്സിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി ശ്രീരാമനോട് ഈ കഥ പറഞ്ഞുകൊണ്ട് ആ അഹല്യ എന്ന ശിലയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തൻ്റെ കാലുകൊണ്ട് അതിൽ തൊടാൻ ഋഷി ആവശ്യപ്പെടുകയാണ് ശ്രീരാമനോട്. ഭക്തിപൂർവം കൈകൾ കൂപ്പി രാമൻ തൻ്റെ കാലുകൾ കൊണ്ട് ആ ശിലയെ സ്പർശിക്കുന്നു. ഉടനെ തന്നെ അഹല്യ ശിലാരൂപത്തിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ ഇത്രയും അല്ലെങ്കിൽ മോചിതയായി മോക്ഷം കിട്ടിയ ആത്മാവായി ഇത്രയും വർഷങ്ങളായി താൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ മുമ്പിൽ സാഷ്ടാംഗമല്ല മുഴുവൻ പ്രണാമം അർപ്പിച്ചു. ആ മഞ്ഞ പട്ട് ഉടയാടകളിൽ അലങ്കരിച്ച വില്ലും അമ്പുകളും നിറഞ്ഞ ആവനാഴിയും ധരിച്ച ആ ശ്രീരാമന്റെ ദിവ്യരൂപം അവൾ കൺകിളർക്കെ ദർശിച്ചു. അങ്ങനെ ആ സന്ദർഭത്തിൽ ഒരു ദിവ്യമായ സ്തോത്രം ഉപയോഗിച്ച് ശ്രീരാമനെ സ്തുതിക്കാനും തുടങ്ങി. അതാണ് പിന്നീട് നമ്മൾ രാമായണത്തിൽ ഏറ്റവും പ്രശസ്തമായ സ്തുതി, അഹല്യാസ്തുതി. ഈ സ്തുതി ജപിക്കുന്നത് വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുക. അഹല്യാസ്തുതിയൊക്കെ നിത്യജീവിതത്തിൽ ജപിക്കാൻ പറയും. കാരണം ഒരാൾ ജീവിതത്തിൽ എന്ത് ആഗ്രഹിക്കുന്നു എങ്കിലും അത് നിറവേറ്റാനുള്ള ശക്തി ലഭിക്കും എന്നാണ് പറയുക. അത് സമ്പത്തായിക്കോട്ടെ, സന്തതികളായിക്കോട്ടെ, അല്ലെങ്കിൽ ജ്ഞാനമായിക്കോട്ടെ, എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ ധാരാളം പാവങ്ങൾ ചെയ്ത പാവികൾ പോലും ഈ സ്തുതിയെ ജപിച്ചാൽ മോക്ഷം ലഭിക്കുമെന്നാണ് പറയാം. അപ്പോൾ ഗൗതമ മഹർഷിയും അഹല്യവും സ്നേഹവും ഭക്തിയും നിറഞ്ഞ അവരുടെ ജീവിതയാത്ര പിന്നീട് തുടരുകയാണ് നമ്മൾക്ക് രാമായണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പം രാമായണത്തിലെ അഹല്യമോക്ഷം അല്ലെങ്കിൽ അഹല്യയുടെ മോചനം എന്ന ഈ ഒരു ഭാഗം വളരെ ആലങ്കാരികമായ ഒരു പ്രാധാന്യമുണ്ട്. നമ്മൾ നേരത്തെ താടകയെയും
ഈ പറയുന്ന പോലെ സുബാഹുവിനെയും മാരീചനെയും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും വളരെ 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 വ്യത്യസ്തമായ ആലങ്കാരിക പ്രാധാന്യമുണ്ട്. അതെന്താണ്? പ്രത്യേകിച്ച് അഹല്യയെ ശിലയാക്കി മാറ്റുകയും ശ്രീരാമന്റെ പാദസ്പർശത്താൽ വീണ്ടെടുക്കുകയും ചെയ്യുന്ന ഈ ഒരു ജനപ്രിയമായ രാമായണത്തിന്റെ ആഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. അതില് പ്രധാനമായി മുൻപിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബന്ധനത്തിലായ ഒരു ആത്മാവ് എന്ന രൂപത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അഹല്യ എന്നത് നമ്മുടെ ജീവിതത്തില് അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിനമായ ഈ പ്രകൃതിയിലെ ഇടപെടലില് ഞാനാകുന്ന അസ്തിത്വത്തില് അല്ലെങ്കിൽ എൻ്റെ ആത്മാവ് ബന്ധനത്തിലാവുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ അഹല്യയ്ക്ക് വന്നു ചേർന്നിട്ടുള്ളത്. അതായത് പുനരഭിജനനം പുനരഭിമരണം എന്ന ഈ ജനന മരണ ചക്രത്തില് സംസാര ചക്രത്തിൽ കുടുങ്ങിപ്പോയ അല്ലെങ്കിൽ അതിൻ്റെ പ്രവൃത്തികളുടെ അതായത് ആ കർമ്മത്തിൻ്റെ അനന്തര ഫലങ്ങളാല് ഭാരപ്പെട്ട മനുഷ്യാത്മാവിൻ്റെ ഒരു രൂപകമാണ്, ഒരു ഉപമയാണ്, അല്ലെങ്കിൽ ഒരു പ്രതിനിധിയാണ് അഹല്യ എന്ന ശില. ആ ശില എന്ന അവസ്ഥയെ നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ശിലയെ സംബന്ധിച്ച്, ഒരു കല്ലിനെ സംബന്ധിച്ചിട്ട് അത് നിർജീവവും വികാരരഹിതവുമായിരിക്കുന്നത് പോലെ ഈ അവസ്ഥയിലുള്ള ആത്മാവിന് യഥാർത്ഥ സന്തോഷമോ മോചനമോ ലഭിക്കുവാൻ അല്ലെങ്കിൽ അനുഭവിക്കാൻ സാധിക്കില്ല. അതായത് ബന്ധനത്തിൽപ്പെട്ട ഒരു ആത്മാവിന് യഥാർത്ഥത്തിൽ ഒരു തരം മരവിപ്പാണ് ഉണ്ടാകുക, നിർജീവ അവസ്ഥ, വികാരരാഹിത്യമുള്ള അവസ്ഥ. അതാണ് ഒരു കല്ലിൻ്റെ അവസ്ഥ, അല്ലേ? നിർജീവ അവസ്ഥയാണ്, ചലനാത്മകതയില്ല, അല്ലേ? കാരണം അവിടെ കൈനറ്റിസം അല്ലെങ്കിൽ ഡൈനമിസം നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. അത് സ്റ്റാറ്റിക് ആയിരിക്കും, നിർജീവമായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബന്ധനത്തിലായ ആത്മാവിനെയാണ്. ഈ അവസ്ഥയിലുള്ള ആത്മാവിന് യഥാർത്ഥ സന്തോഷമോ മോചനമോ മോക്ഷമോ അനുഭവിക്കാൻ സാധിക്കില്ല. അവള് ലോകത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആത്മാവിനെ അതിൻ്റെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്നതിൽ നിന്ന് തടയുന്ന ആത്മീയ അന്ധതയോ അജ്ഞതയെയോ ആണ് പ്രതീകവൽക്കരിക്കുന്നത്. അതായത് ഞാനും നിങ്ങളുമാകുന്ന ഈ മനുഷ്യജന്മങ്ങളിലെ ആത്മാവിന് നമ്മുടെ യഥാർത്ഥ സ്വഭാവം സച്ചിദാനന്ദ സ്വരൂപമാണ്. നമ്മൾ സച്ചിദാനന്ദ സ്വരൂപ ശിവോഹമാണ്, അല്ലേ? ആ ശിവസ്വരൂപം തിരിച്ചറിയുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന ആത്മീയമായ അന്ധത അല്ലെങ്കിൽ അജ്ഞതയെയാണ് യഥാർത്ഥത്തിൽ ശിലയായി അവള് ലോകത്തിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത്, കാട്ടിൽ മറഞ്ഞിരിക്കുന്ന ഒരു ശില എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കേണ്ടത് ഇതാണ്. ഇതിൻ്റെ ഒരു തലം. രണ്ടാമത്തെ തലം ദിവ്യകാരുണ്യത്തിൻ്റെയും അല്ലെങ്കിൽ പശ്ചാത്തലത്തിൻ്റെയും ശക്തിയെയാണ് നമ്മൾ ഇവിടെ അഹല്യയുടെ കഥയിൽ നിന്ന് അല്ലെങ്കിൽ അഹല്യാമോക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം അഹല്യയുടെ ദീർഘമായ കാത്തിരിപ്പ്, തപസ്, ആത്മാവിൻ്റെ ഏതൊരു മനുഷ്യൻ്റെയും ആത്മാവിൻ്റെ മോക്ഷത്തിനായുള്ള അഭിവാഞ്ഛയെയും പ്രാശ്ചിത്തത്തിലൂടെ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെയും സ്വയം ശുദ്ധീകരിക്കാൻ ആവശ്യമായ പരിശ്രമത്തെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അഹല്യ യുഗങ്ങളായി തപസ്സനുഷ്ഠിച്ചു ഒരു ശിലയായി എന്ന് പറയുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ എന്ന് ചിന്തിക്കാതെ ഒരു ജീവാത്മാവിൻ്റെ മോക്ഷത്തിലേക്കുള്ള അഭിവാഞ്ഛയെ തുടർന്ന് പ്രായശ്ചിത്തമായ കർമ്മങ്ങളിലൂടെയും ധ്യാനാദികളിലൂടെയും സ്വയം ആ ആത്മാവ് ശുദ്ധീകരിക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളെയാണ് ഇത് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ശ്രീരാമന്റെ കാൽപാദ സ്പർശം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാദം, കാരണം ഈശ്വരീയമായ അല്ലെങ്കിൽ ദിവ്യ കാരുണ്യത്തിൻ്റെ പരിവർത്തന ശക്തിയെയും അതുപോലെ അതായത് ദൈവകാരുണ്യത്തിൻ്റെ പരിവർത്തന ശക്തിയെയും ആത്മാവിനെ അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഴിവിനെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. അതായത് ശ്രീരാമൻ എന്ന ആ ദിവ്യ ചൈതന്യത്തിൻ്റെ പരിവർത്തന ശക്തി, അതായത് നമ്മുടെ ജീവാത്മാവിന് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിവർത്തന ശക്തി, ആത്മാവിനെ അതിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഴിവിനെയുമാണ് പ്രതീകവൽക്കരിക്കുന്നത്. പിന്നെ പാദങ്ങൾ പലപ്പോഴും വിനയത്തോടെയുള്ള കീഴടങ്ങലിനെയും, അതായത് പാദങ്ങൾ, നമ്മൾ പാദ നമസ്കാരം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരാളുടെ കാല് പിടിക്കുന്ന അടിമത്തമല്ല. ഇന്നത്തെ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഇതായിരുന്നു, അല്ലെ? ഗുരുപൂർണിമയ്ക്ക് ഇവിടെ കോലാഹലമായിരുന്നു പാദപൂജ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ പുരാണങ്ങളിൽ അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ, നമ്മുടെ ദർശന ഗ്രന്ഥങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറയാൻ ശ്രമിച്ചത് എന്താ? കൃത്യമായി പറഞ്ഞാൽ
അല്ലെങ്കിൽ പാദങ്ങൾ പലപ്പോഴും വിനയത്തോടുള്ള ഒരാളുടെ കീഴടങ്ങലിൻ്റെ പ്രവൃത്തിയായി സൂചിപ്പിക്കുന്നതാണ്. ആത്മാർത്ഥമായ പശ്ചാത്താപം, ഈശ്വരന് മുമ്പിൽ കീഴടങ്ങലും ഏറ്റവും ഗുരുതരമായ പാപങ്ങളെ പോലും ശുദ്ധീകരിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുക. അതായത് ലോവർ കോൺഷ്യസ് ആയ ഞാൻ എൻ്റെ ഒരു ഹയർ കോൺഷ്യസിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഈ കാല് പിടിക്കുക എന്നുള്ളതിൻ്റെ യഥാർത്ഥ തത്വം. അപ്പോൾ അഹല്യാമോക്ഷത്തിന് മൂന്നാമത് വേറെ ഒരു എന്താ പറയുക, ഒരു മാനമുള്ളത് വിശുദ്ധിയുടെയും അന്തസ്സിൻ്റെയും പുനഃസ്ഥാപനമാണ്. അഹല്യ തൻ്റെ മനുഷ്യരൂപം വീണ്ടെടുക്കുന്നത് അജ്ഞതയുടെയും പാപത്തിൻ്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന് യഥാർത്ഥ ശുദ്ധവും ദിവ്യവുമായ സ്വഭാവം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് ശ്രീരാമൻ്റെ പാദസ്പർശമേറ്റ് മോക്ഷം നേടുക എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, പുരാണ കഥകളിൽ ഇതുപോലെ നമ്മൾ വിചാരിക്കും ഇവരൊക്കെ കൊല്ലുകയും ചെയ്യുന്നിട്ട് മോക്ഷവും കൊടുക്കും. ഇതെന്ത് പരിപാടിയാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ? നമ്മൾ രാമായണത്തിലോ മഹാഭാരതത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ അസുരനെ വധിക്കും എന്നിട്ട് അസുരന് മോക്ഷം കൊടുത്തു എന്ന് പറയും. ഇതെന്തിൻ്റെ പരിപാടിയാണ്? എന്നാൽ പിന്നെ വധിക്കാതെ മോക്ഷം കൊടുത്താൽ പോരെ? ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം എന്താണ്? ഈ പറയുന്ന ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു അസുരൻ മരിച്ചതിന് ശേഷം അയാൾ ഉയർത്തെഴുന്നേറ്റ് മോക്ഷം നേടി പോകുമെന്ന് പറയുമ്പോൾ തൻ്റെ മനുഷ്യരൂപം അല്ലെങ്കിൽ യഥാർത്ഥ രൂപം വീണ്ടെടുക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അജ്ഞതയുടെയും പാപത്തിൻ്റെയും ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ യഥാർത്ഥ രൂപം അല്ലെങ്കിൽ യഥാർത്ഥ ശുദ്ധവും ദിവ്യവുമായ സ്വഭാവം അത് പുനഃസ്ഥാപിക്കുന്നതിനെയാണ് ആ അസുരന് മോക്ഷം കൊടുത്തു, അല്ലെങ്കിൽ അഹല്യക്ക് മോക്ഷം കൊടുത്തു. അഹല്യ സ്വന്തം രൂപത്തിൽ ഇപ്പോൾ കുറച്ച് നേരത്തെ താടകയെ വധിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ താടകയിൽ നിന്ന് സുന്ദരിയായ ഒരു സ്ത്രീ പുറത്തു വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ തപസ്സിലൂടെ അവൾ പരിണമിക്കുകയും ഈശ്വരൻ്റെ കൃപയാൽ വീണ്ടും ആ ദിവ്യ ആനന്ദ അവസ്ഥ കൈവരിക്കുകയും ചെയ്യുന്നു എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ മാന്യത വീണ്ടെടുക്കുന്നതും സാമൂഹിക ശിക്ഷയെ മറികടക്കുന്നതും ഒക്കെയായിട്ട് ഈ കഥയെ വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ ഒരു നാലാമത് മാനമാണെന്ത്? മോചനത്തിലേക്കുള്ള ഒരു പാത. അഹല്യാകാന്ഡം അല്ലെങ്കിൽ അഹല്യയുടെ മോക്ഷം എന്ന ഭാഗം പ്രത്യാശയുടെയും മോചനത്തിൻ്റെയും ഒരു സാർവത്രിക സന്ദേശത്തെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രത്യാശയുടെയും മോചനത്തിൻ്റെയും അൾട്ടിമേറ്റ് ലിബറേഷൻ്റെയും, അതായത് തെറ്റ് ചെയ്തവർക്ക് പോലും ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെ ഈശ്വരീയ കൃപയിലൂടെയും ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു പാത കണ്ടെത്താൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കഥാഭാഗമാണ് രാമായണത്തിൽ അഹല്യാമോക്ഷം എന്ന കഥ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിഹാസത്തിൽ ഒരു കഥ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ആന്തരിക അർത്ഥമാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. അപ്പോൾ പുനർജന്മ ചക്രത്തിൽ നിന്ന് മോക്ഷം, ആത്മീയമായ മോചനം, പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള ആ ബന്ധനത്തിൽ ആത്മാവ് കിടന്നു കൊടുങ്ങുന്ന സമയത്ത് അതിൽ നിന്ന് മോചനം നേടാൻ ഈ പറയുന്ന പോലെ പ്രത്യാശയുടെയും മോചനത്തിൻ്റെയും ഒരു സാർവത്രികമായ സന്ദേശമാണ് നമ്മളോട് അത് പറയുന്നത്. പുനർജന്മ ചക്രത്തിൽ നിന്നുള്ള ഒരു മോചനം. അങ്ങനെ അത് നേടുന്നതിന് ശാശ്വതമായ സമാധാനവും സന്തോഷവും കൈവരിക്കുന്നതിനുള്ള സാധ്യതയാണ് യഥാർത്ഥത്തിൽ അഹല്യയുടെ മോക്ഷം കൊണ്ട് നമ്മൾ പഠിക്കേണ്ട പാഠം. സാരാംശത്തിൽ ഒരു ആത്മാവിൻ്റെ ആത്മീയമായ ജഡാവസ്ഥയിൽ നിന്ന്, അതായത് ഒരു നിഷ്ക്രിയ അവസ്ഥ ആത്മാവിൻ്റെ, കാരണം ഈ ബന്ധനങ്ങളിൽ പെട്ട് അതിന് എല്ലാ താല്പര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ജഡാവസ്ഥയിൽ നിന്ന്, ജഡത്വാവസ്ഥയിൽ നിന്ന് മോചനത്തിലേക്കും ഈശ്വരനുമായുള്ള പുനഃസമാഗമത്തിലേക്കുള്ള ആത്മാവിൻ്റെ യാത്രയുടെയും ശക്തമായ ഒരു പ്രതീകമായിട്ടാണ്, ഒരു രൂപകമായിട്ടാണ് യഥാർത്ഥത്തിൽ അഹല്യാമോക്ഷം രാമായണത്തിൽ വർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയിൽ, അല്ലെങ്കിൽ ഈ ഒരു അഹല്യാമോക്ഷം എന്ന ആ ക്രിയയിലൂടെ ദിവ്യകൃപയുടെ, ഈശ്വരൻ്റെ ദിവ്യമായ കൃപയുടെയും ആത്മാർത്ഥമായ പശ്ചാത്താപത്തിൻ്റെയും നിർണായക പങ്ക് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എടുത്തു കാണിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ കഴിഞ്ഞ സമയത്ത് ജീവിതത്തിലെ ഇന്നലകളിൽ ചെയ്തു പോയ എന്തെങ്കിലും ഈ പാപങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെയും ഈശ്വരൻ്റെ കൃപയിലൂടെയും സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്ന കഥയാണ് യഥാർത്ഥത്തിൽ അഹല്യാമോക്ഷം.
ഇനി ഈ അഹല്യാമോക്ഷത്തിന്റെ തത്വവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് വിശ്വാമിത്രൻ യഥാർത്ഥത്തില് മിഥിലയിലേക്ക് രാജകുമാരന്മാരെയും കൂട്ടി വരുന്നതാണ്. മിഥില നഗരത്തിലേക്ക് ഇവര് വരുന്നതാണ് നമുക്ക് ചിന്തിക്കാനുള്ള അടുത്ത ഭാഗം. അതില് യഥാർത്ഥത്തില് മിഥിലയിലേക്ക് വരുന്നതിന് കൃത്യമായ ഉദ്ദേശമുണ്ട്. കാരണം നമ്മൾ ഈ കഥയുടെ തുടക്കം, നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ പറഞ്ഞിട്ടിരുന്നു രാമായണം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ പറയുന്ന ഭൂമിദേവിയുടെ വിലാപം കാരണം ബ്രഹ്മാവ് വിഷ്ണുവിനോടും ശിവനോടും പറഞ്ഞ് ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. അങ്ങനെ വിഷ്ണു തീരുമാനിച്ചതാണ് സ്വയം അവതാര സ്വരൂപനായി ഭൂമിയിൽ ഇറങ്ങി വന്ന് ഈ പറയുന്ന പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കും. ആ പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ സീതയെ കണ്ടുമുട്ടണം, ത്രയംബകമൊടിക്കണം, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ട് വേണം സീതയുമായി അയോധ്യയിലെത്താൻ. ഇപ്പോൾ വിശ്വാമിത്ര മഹർഷിയും രാജകുമാരന്മാരും കാട്ടിൽ യാത്ര തുടരുകയും അവരോട് മഹർഷി പറയുകയാണ്, നമുക്ക് മിഥിലയിലേക്ക് പോയി ശിവന്റെ ധനുസ്, ദിവ്യമായ ധനുസുണ്ട്, അവിടെ വില്ലുണ്ട്, അതിനെ കാണാം. അതിനുശേഷം നമുക്ക് അയോധ്യയിലേക്ക് മടങ്ങാം, നിങ്ങളുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങാം. അങ്ങനെ അവര് ഗംഗാനദി കടന്ന് വളരെ ദൂരം നടന്ന ഒടുവിൽ മിഥില നഗരത്തിലെത്തുകയും മുനിയുടെ വരവിന്റെ വാർത്ത അറിഞ്ഞ് ജനക മഹാരാജാവ് അവിടെ രാജധാനിയിലെത്തിയ നിമിഷം അദ്ദേഹം മഹർഷിയെ സ്വീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്ത് മഹർഷിയെ മുന്നിൽ കാണുന്ന സമയത്ത് കൊട്ടാരത്തിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി മഹർഷിയുടെ അടുത്തേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ പരസ്പരം ആലിംഗനം ചെയ്ത്, കാരണം അവർ നന്നായി അറിയുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. അങ്ങനെ മുനിക്ക് രാജകീയമായ സ്വീകരണം നൽകി. തുടർന്ന് രാജാവ് മുനിയെ അനുഗമിക്കുന്ന ഈ 2 കൊച്ചുമിടുക്കന്മാരായ യുവാക്കളെ കുറിച്ച് മുനിയോട് ചോദിക്കുകയാണ്. സൂര്യനെയും ചന്ദ്രനെയും പോലെയുള്ള ഈ അങ്ങനെ തിളങ്ങുന്ന ഈ മിടുക്കരായ യുവാക്കൾ ആരാണ്? ഇവര് ഈ മഹർഷീശ്വരനുമായി എന്തിനാണ് മഹർഷീശ്വരനെ അനുഗമിക്കുന്നത്? അവരെ നരൻ എന്നും നാരായണൻ എന്നും വിളിക്കാമോ എന്ന് ചോദിക്കുകയാണ്. അതോ അവര് പ്രണയത്തിന്റെ നാഥനായ കാമദേവനുമായി എന്തെങ്കിലും വിധത്തിൽ ബന്ധമുള്ളവരാണോ എന്നൊക്കെ അവരുടെ തേജസ് കണ്ടിട്ട് അദ്ദേഹം ചിന്തിച്ച് ചോദിക്കുകയാണ്. അവര് അയോധ്യയിലെ രാജകുമാരന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണെന്ന് മറുപടി സന്തോഷത്തോടെ മുനി നൽകുകയാണ്. അവർ താടക എന്ന രാക്ഷസിയെ വധിക്കുകയും അവരുടെ മക്കളില് സുബാഹു എന്ന രാക്ഷസനെയും കൊന്ന് മുനിമാരെ രക്ഷിച്ച വിവരം രാജാവിനോട് അറിയിക്കുകയാണ്. അതിനെ തുടർന്ന് അഹല്യയ്ക്ക് അവളുടെ ശിലാസമാനമായ അസ്തിത്വത്തിൽ നിന്ന് മോചനം നൽകിയ സംഭവം അദ്ദേഹം വിവരിക്കുന്നു. അപ്പോൾ ഒരു ജീവാത്മാവിന്, ജഡത്വമുള്ള ഒരു ജീവാത്മാവിന് മോക്ഷത്തിലേക്കുള്ള മാർഗത്തിലേക്ക് സഹായിച്ചു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ വളരെ സന്തോഷമായിട്ട് ജനകൻ ഈ രാജകുമാരന്മാരെയൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. ഇവരെ വിശേഷങ്ങളും ഒക്കെ അറിഞ്ഞതിന് ശേഷം അവര് ശിവന്റെ ആ ദിവ്യമായ ധനുസ് കാണുവാൻ വേണ്ടി അവരെ ആഗ്രഹിക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് രാജസദസ്സിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം തൻ്റെ പരിചാരകന്മാരോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ വില്ല് യഥാർത്ഥത്തിൽ നടുമുറ്റത്തേക്ക് കൊണ്ടുപോകാൻ തന്നെ ആയിരക്കണക്കിന് യോദ്ധാക്കൾ വേണ്ടി വന്നു എന്നാണ് പറയുക. അപ്പൊ ഈ ഭീമാകാരമായ വില്ലിന്റെ പേരാണ് ത്രയംബകം. ത്രയംബകം, വില്ലൊടിഞ്ഞു, ത്രേതായുഗം, കുളിരണിഞ്ഞു എന്നൊക്കെ നമ്മൾ ചലച്ചിത്രഗാനത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതന്നെ ആ ത്രയംബകം. അപ്പം ഈ ത്രയംബകത്തിന്റെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും ശ്രീരാമൻ അല്ല ആദ്യമായിട്ട് ആ ത്രയംബകം കാണുവാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് പലരും ഇതിനെ ഞാണ് കെട്ടാൻ പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ വില്ല് ഞാൻ കെട്ടി ഒടിക്കാൻ കഴിവുള്ള യോദ്ധാവിന് തൻ്റെ മകളെ വിവാഹം ചെയ്ത് നൽകാം എന്നാണ് ജനകൻ മഹർഷിയോട് പറയുന്നത്. അതാണ് എൻ്റെ തീരുമാനമെന്ന് ജനകൻ പറയുന്നു. അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ എത്തി നിൽക്കുന്ന കാര്യം. അടുത്ത എപ്പിസോഡിൽ നമുക്ക്
ത്രയംബകത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ത്രയംബകം എന്ന ആശയം യഥാർത്ഥത്തിൽ ആ വില്ലിന് അങ്ങനെ പേര് വരാനുള്ള കാരണം ഒക്കെ അതിൻ്റെ തത്വം, അതിൻ്റെ താത്വിക വശം ഒക്കെ നമ്മൾക്ക്, അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യാത്മകത എന്താണ് എന്ന് നമുക്ക് വളരെ ആഴത്തിൽ പരിശോധിക്കാം. അപ്പം ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ രാമായണത്തിലൂടെ അതിൻ്റെ യഥാർത്ഥ തത്വം വാൽമീകി എന്താണ് നമ്മളോട് പറയാൻ ശ്രമിച്ചത്, അത് എൻ്റെയും നിങ്ങളുടെയും അയനമാണ്. ശ്രീരാമൻ്റെ അയനം എന്ന് നമ്മൾ പേര് വിളിക്കുന്നുണ്ടെങ്കിലും ശ്രീരാമൻ മറ്റാരുമല്ല, തൻ്റെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങൾ വസിക്കുന്ന എൻ്റെ ദശരഥമാകുന്ന ശരീരത്തിൻ്റെ പുത്രനായ ജീവാത്മ ചൈതന്യമാണ്, അല്ലെങ്കിൽ ആത്മചൈതന്യമാണ്, അല്ലെങ്കിൽ ജീവനാണ്. ആ ജീവൻ്റെ അയനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കാവ്യാത്മകമായി പല അസുരന്മാരുടെ പേരുകളിലൂടെയും അങ്ങനെയുള്ള രൂപകങ്ങളിലൂടെയും നമ്മളോട് പറയുകയാണ്, ഇത് എൻ്റെയും നിങ്ങളുടെയും യാത്രയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വളരെ രസകരമായ നമ്മുടെ ജീവിതത്തിൽ, ദൈനംദിനമായ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മളുടെ അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും, നമ്മുടെ മനസ്സിൽ ആദി കോരിയിടുന്ന എല്ലാ ആശങ്കകളെയും ആകുലതകളെയും, അതുപോലെ മനസ്സിനെ വ്യസനങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദാരിദ്ര്യാവസ്ഥയും ഒക്കെ എങ്ങനെ അതിജീവിക്കാമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ മഹർഷീശ്വരന്മാർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെ കഥാതന്തുക്കളിലാക്കി, അല്ലെങ്കിൽ രസകരമായ ആഖ്യാന രീതിയിലൂടെ പൊതുജന സമക്ഷം എത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ വാൽമീകിയെ പോലുള്ള മഹാഋഷിമാർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഒരു എപ്പിസോഡ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പം ഈ രാമായണ ചിന്തകൾ നമ്മൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ഈ ഒരു എപ്പിസോഡിൻ്റെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാണ് വിനീതമായ അഭ്യർത്ഥന. കാരണം ഈ എല്ലാവരും രാമായണ കഥകളൊക്കെ അറിയുന്നതും നമ്മൾ കുഞ്ഞുനാളിലേ കേൾക്കുന്നതുമാണ്. പക്ഷേ ആ കഥയുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ തത്വം, അല്ലെങ്കിൽ താത്വികമായ ഈ ഒരു വശം പഠിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ രാമായണത്തിൻ്റെ ഗുണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുക. ആ ഒരു ഗുണം നമ്മൾക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ദൃശ്യമാധ്യമ ലോകത്ത് ഇന്ന് നമ്മൾക്കുണ്ടാവുന്ന ഈ അവസരങ്ങൾ വളരെ നന്നായി പ്രയോഗിച്ച് നമ്മൾക്കും അടുത്ത തലമുറയ്ക്കും ഈ ഒരു വിദ്യ അതിൻ്റെ യഥാർത്ഥ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പരമേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.